ലെറ്റ്സ് ഷെയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് മേക്ക് ഫ്ലവേഴ്സ്. അജുൽ ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഫ്ലവേഴ്സ് ടു ഡെക്കറേറ്റ് ദ സ്റ്റേജ് ഫോർ ദ മികവ് ഫെസ്റ്റ്. 7 circles make a flower. They got 21 circles. How many flowers can they make? എന്താ പറഞ്ഞിരിക്കുന്നത്? അജുലും അജലിന്റെ ഫ്രണ്ട്സും കൂടിയും സ്റ്റേജ് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ ഉണ്ടാക്കുകയാണ് അല്ലെ. മികവ് ഉത്സവത്തിനായിട്ട് സ്റ്റേജ് അലങ്കരിക്കുന്നതിന് വേണ്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. 7 വട്ടം വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അവർക്ക് എത്ര സർക്കിൾസ് കിട്ടി? 21 സർക്കിൾസ് കിട്ടി. അപ്പൊ എത്ര ഫ്ലവേഴ്സ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് സർക്കിൾസ് നീഡഡ് ടു മേക്ക് എ ഫ്ലവർ എത്രയാണ്? 7 സർക്കിൾസ് ആണ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് സർക്കിൾസ് എത്രയാണ്? 21 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെയാ കാണുക നമ്മള്? എത്ര 7കൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. 21 എത്ര 7 ആണുള്ളത്? 1 sevens are 7, 2 sevens are 14, 3 sevens are ആണ് അല്ലെ 21. അപ്പൊ അവർക്ക് എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കഴിയും? 3 ഫ്ലവേഴ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. അഭിനയ ആൻഡ് ഫ്രണ്ട്സ് ഗോട്ട് 35 സർക്കിൾസ്. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ദേ മേക്ക്? അഭിനയക്കും ഫ്രണ്ട്സിനും 35 സർക്കിൾസ് ആണ് കിട്ടിയത്. അവർക്ക് അപ്പൊ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് സർക്കിൾസ് 35 ആണ്. ദ നമ്പർ ഓഫ് സർക്കിൾസ് ഫോർ എ ഫ്ലവർ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ദ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെ കാണാം? എത്ര 7കൾ ഉണ്ട് 35 നോക്കിയാൽ മതി അല്ലേ. 5 sevens are അല്ലേ 35. 5 into 7 ആണ് 35. അപ്പൊ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കഴിയും? 5 അല്ലേ. 5 എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 28 സർക്കിൾസ്? 28 സർക്കിൾസ് കൊണ്ട് എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കഴിയുന്നു കേട്ടോ. എങ്ങനെയാ കാണാം? എത്ര 7കളുണ്ട് 28 നോക്കിയാൽ മതി അല്ലേ. അപ്പൊ എങ്ങനെയാ? 4 sevens are അല്ലേ 28. അപ്പൊ 4 സർക്കിൾസ് ഉണ്ടാക്കാൻ കഴിയും. അവിടെ എഴുതാം കേട്ടോ. 4 into 7 is equal to 28. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ നമുക്ക് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഗ്രൂപ്പ് 1, 2, 3, 4, 5 ഗ്രൂപ്പ്സ്. ദ നമ്പർ ഓഫ് സർക്കിൾസ് ഓരോ ഗ്രൂപ്പിലും കിട്ടിയ സർക്കിൾസ്. ദ നമ്പർ ഓഫ് സർക്കിൾസ് ഫോർ ഫ്ലവർ 7 ആണ്. ദെൻ ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഇവർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് സർക്കിൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സർക്കിൾസ് 21 ആണ്. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 7 സർക്കിൾസ് വേണം. അപ്പോൾ ഓപ്പറേഷൻ എങ്ങനെയാ വരിക? 21 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ അല്ലേ. അപ്പൊ എത്രയാ വരിക? 3 അല്ലേ വരിക. 21 എത്ര 7 ഉണ്ട് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയാണ്? 3 ആണ്. ഇതുപോലെ ബാക്കിയും കൂടിയും ചെയ്യണം. നോക്കൂ. നമ്പർ ഓഫ് സർക്കിൾസ് സെക്കൻഡ് ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്നത് 35 ആണ്. നമ്പർ ഓഫ് സർക്കിൾസ് ഫോർ എ ഫ്ലവർ 7 ആണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? 35 divided by 7 is equal to 5 ആണല്ലേ വരിക. അതായത് 35 എത്ര 7 ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. അവിടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയാണ്? 5 എന്ന് എഴുതുക കേട്ടോ. തേർഡ് ഗ്രൂപ്പിന് 28 സർക്കിൾസ് കിട്ടി. നമ്പർ ഓഫ് സർക്കിൾസ് ഫോർ എ ഫ്ലവർ എന്ന് പറയുന്നത് 7 ആണ്. ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? 28 divided by 7 ആണ്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയാണ് വരിക? 4 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കുക കേട്ടോ. ഫോർത്ത് ഗ്രൂപ്പിൽ 70 ആണ് നമ്പർ ഓഫ് സർക്കിൾസ്. ദെൻ നമ്പർ ഓഫ് സർക്കിൾ ഫോർ എ ഫ്ലവർ 7 ആണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 70 divided by 7 എത്രയാ വരിക? 10 അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് 10. ലാസ്റ്റ് ഗ്രൂപ്പിൽ എത്രയാണ്? 14 ആണ് നമ്പർ ഓഫ് സർക്കിൾസ്. നമ്പർ ഓഫ് സർക്കിൾ ഫോർ എ ഫ്ലവർ 7 ആണെങ്കിൽ ദെൻ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? 14 divided by 7 is equal to എത്രയാ? 2 അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് അപ്പോൾ എത്രയാണ്? 2. And you turn the operation 63 divided by 7 is equal to 9 into a question. അതായത് 63 divided by 7 is equal to 9 എന്ന ഓപ്പറേഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? നേരത്തെ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ തന്നെ നമുക്ക് വേണമെന്ന് എഴുതാം. എങ്ങനെ? അജുൽ ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഫ്ലവേഴ്സ് ടു ഡെക്കറേറ്റ് ദ സ്റ്റേജ് ഫോർ ദി മികവ് ഫെസ്റ്റ്. 7 circles make a flower. They got 63 circles. How many flowers can they make? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിന്നു ഹാസ് 63 ആപ്പിൾസ് ആൻഡ് വാണ്ട്സ് ടു ഷെയർ ദം ഈക്വലി എമംഗ് 7 ഫ്രണ്ട്സ്. ഹൗ മെനി ആപ്പിൾസ് ഡസ് ഈച്ച് ഫ്രണ്ട് ഗെറ്റ്? ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഹൗ മെനി എഗ് ട്രീസ്? There are 2 types of egg trees in the shop run by Ajal's father. എന്താണ്? അജലിന്റെ അച്ഛൻ്റെ കടയിൽ 2 തരം എഗ് ട്രീസ് ഉണ്ട്. 1 holds 4 eggs and the other 6 eggs. ഒന്നില് 4 മുട്ടകൾ വീതം കൊള്ളും, മറ്റേതിൽ 6 ആണ് കേട്ടോ. 6 എണ്ണം വീതം. ഹൗ മെനി ട്രീസ് ആർ നീഡഡ് ഫോർ 24 eggs? അതായത് 24 മുട്ട വെക്കാൻ എത്ര ട്രീസ് വേണം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 4 മുട്ടകൾ കൊള്ളുന്ന ട്രീസ് ആണെങ്കിൽ എത്ര എണ്ണം വേണം? 6 മുട്ടകൾ കൊള്ളുന്ന എഗ് ട്രീസ് ആണെങ്കിൽ എത്ര എണ്ണം വേണം? എന്നിട്ട് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് എഗ്സ് 24 ആണ് അല്ലേ. അപ്പോൾ 4 എഗ് ട്രീസ് എത്ര എണ്ണം വേണം?
24 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം അല്ലേ. അതായത് 6 ട്രേസ് അല്ലേ വേണ്ടി വരിക. 6 4s ആണ് 24. 6 ട്രേസ് വേണം. 6 എഗ്സ് കൊള്ളുന്ന ട്രേസ് ആണെങ്കിലോ എത്ര വേണ്ടി വരും? 24 ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യുക അല്ലേ. അപ്പൊ എത്രയാ വരിക? 6r ആണ് 24. അപ്പൊ എത്ര ട്രേസ് ആ? 4 ട്രേസ് ആണ്. സി ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 into 4 is equal to 24. അതായത് 24 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 6 ആണ്. 24 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 4 ആണ്. അതറിയാലോ. ക്യാൻ യു കംപ്ലീറ്റ് ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 into 8 56 ആണ്. 56 ഡിവൈഡഡ് ബൈ 7 എത്രയാ വരിക? 8 വരും. 56 ഡിവൈഡഡ് ബൈ 8 7 വരും അല്ലേ എന്ന് എഴുതുക കേട്ടോ. 6 5s are 30 തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ? 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? ഈസ് ഈക്വൽ ടു 6 ആണ്. 30 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 5 ആണ്. അങ്ങനെ എഴുതുക കേട്ടോ. 9 4s are 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്താണ്? 36 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 9 ആണ്. 36 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 4 ആണ്. നെക്സ്റ്റ് 8 4s are 32 എന്ന് തന്നിട്ടുണ്ട്. അതായത് 32 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 8 ആണ്. 32 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 4 ആണ്. അതുപോലെ തന്നെ ബാക്കിയൊക്കെ എഴുതുക കേട്ടോ. ടോട്ടൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6 3s are 18 ആണ്. അതായത് 18 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 3. 18 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 6. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് 24 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 8 എന്നാണ് അല്ലേ. അപ്പോൾ 8 3s are 24 ആണ്. 3 8s are 24 ആണ്. നെക്സ്റ്റ് 9 into 6 ഈസ് ഈക്വൽ ടു 54. 9 6 are 54 എന്ന് പറഞ്ഞാൽ 54 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 6 ആണ്. 54 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 9 ആണ്. നെക്സ്റ്റ് 36 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 9 4s are എത്രയാണ്? 36 ആണ്. 4 9s are 36 ആണ്. അതുപോലെ ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 63 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? 9 7s are 63 ആണ്. 7 9s are 63 ആണ്. അങ്ങനെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് കിച്ചൺ ഗാർഡൻ. ഫോർ ദ കിച്ചൺ ഗാർഡൻ ഓഫ് ദ സ്കൂൾ സാപ്ലിങ്സ് were brought in 45 pots. They were arranged in 5 rows. എന്താണ്? സ്കൂളിലെ കിച്ചൺ ഗാർഡനായിട്ട് തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് 45 ചട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. They were arranged in 5 rows. 5 വരികളായിട്ട് ഈ 45 പോട്ട്സും അറേഞ്ച് ചെയ്തു. How many pots are there in each row? ഓരോ റോയിലും എത്ര പോട്ട്സ് വീതം ഉണ്ട് എന്നാണ് കേട്ടോ. 1 part of 45 split into 5 equal parts. അതായത് 45നെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ് അല്ലേ. അപ്പൊ എത്ര വീതമാണുള്ളത്? 5ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 45 കിട്ടുക നോക്കിയാൽ മതി അല്ലേ. അതായത് 5 9s are അല്ലേ 45. അപ്പൊ ഹൗ മെനി പോട്ട്സ് ആർ there in each row? ഓരോ റോയിലും എത്ര പോട്ട്സ് വീതം ഉണ്ട്? 9 പോട്ട്സ് ആണ്. അപ്പൊ 1 part of 45 split into 5 equal parts എന്ന് പറഞ്ഞാൽ 9 ആണ്. 45 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എന്താണ്? 9 ആണ്. മാത്തമാറ്റിക്കൽ സിമ്പിൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 45 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 9. അതായത് 5 into 9 ആണ് 45. 5 9s are 45. Train in the school park. In Ajal school there are 32 children in the pre-primary class. The train in the school park has 4 coaches. If the same number of children are to be seated in every coach, how many can sit in each? അജലിൻ്റെ സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്. സ്കൂൾ പാർക്കിലെ ട്രെയിനിൽ മൊത്തം 4 ബോഗികളാണുള്ളത്. ഓരോ ബോഗിയിലും ഒരേ എണ്ണം കുട്ടികളാണ് കയറുന്നതെങ്കിൽ ഓരോ ബോഗിയിൽ എത്ര കുട്ടികൾക്ക് കയറാം എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 32 ആണ്. 4 കോച്ചസ് ആണുള്ളത്. അപ്പൊ എങ്ങനെ വരിക? 32 ഡിവൈഡഡ് ബൈ 4. 4 8s are ആണല്ലേ 32. ഓരോ കോച്ചിലും എത്ര പേർക്ക് ഇരിക്കാം? 8 children ഇരിക്കാം. Kiddie cars. The 18 children in Ajal's class want to ride the kiddie cars in the park. 3 children can sit in one car. How many cars are needed for all of them to ride at the same time? അതായത് അജലിന്റെ ക്ലാസ്സിലെ 18 കുട്ടികൾക്ക് പാർക്കിലെ കളിവണ്ടിയിൽ കയറണം. 3 കുട്ടികൾക്ക് ഒരു കാറിലിരിക്കാം കഴിയുമെങ്കിൽ എല്ലാവർക്കും ഒരേ സമയം റൈഡ് ചെയ്യാൻ എത്ര കാർസ് ആവശ്യമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 18 ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ദാറ്റ് ക്യാൻ സിറ്റ് ഇൻ വൺ കാർ എന്ന് പറയുന്നത് എത്രയാ? 3 ആണ് അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് എത്രയാ? 18 ഡിവൈഡഡ് ബൈ 3. 18ൽ എത്ര 3s ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. 6 3s are അല്ലേ 18. അപ്പൊ 6 കാർസ് വേണം അല്ലേ. 6 കാർസ് ആണ്. ഹൗ മെനി കാർസ് വിച്ച് സീറ്റ് ഓൺലി 2? ഒരു കാറിൽ 2 പേർക്ക് ഇരിക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ എത്ര കാർസ് വേണമെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 18 ആണ്. ദെൻ നമ്പർ ഓഫ് ചിൽഡ്രൻ ദാറ്റ് ക്യാൻ സിറ്റ് ഇൻ വൺ കാർ എന്ന് പറഞ്ഞ് 2 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് എത്രയാണ്? എത്ര 2കളുണ്ട് 18ൽ നോക്കിയാൽ മതി അല്ലേ. 18നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണ്? 9 2s are അല്ലേ 18. 9
ചിൽഡ്രന് ഇരിക്കാം. നെക്സ്റ്റ് പ്ലേ ആൻഡ് വിൻ. സി ദ സ്നേക്സ് ആൻഡ് ലാഡർ ബോർഡ് ഓൺ ദ പേജ് 145. അതായത് നമ്മൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ തന്നെ സ്നേക്സ് ആൻഡ് ലാഡർ തന്നിട്ടുണ്ട് അല്ലേ, അത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കളിക്കാം, എന്നിട്ട് ജയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, സ്റ്റാർട്ട് അറ്റ് 1 നിന്ന് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലൈം അപ്പ് ദ ലാഡേഴ്സ് ആൻഡ് സ്ലൈഡ് ഡൗൺ ദ സ്നേക്സ്. അറിയാലോ സ്നേക്ക് ആൻഡ് ലാഡർ എങ്ങനെ കളിക്കാന്ന് അറിയാലോ. എന്ത് ചെയ്യണം, ലാഡേഴ്സ് എന്ന് പറഞ്ഞാൽ കോണികൾ നമ്മൾ കയറും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, സ്നേക്സിൽ നമ്മൾ താഴത്തോട്ട് വരണം. സം സ്ക്വയേഴ്സ് ഹാവ് ഓപ്പറേഷൻസ് റിട്ടൺ ഓൺ ദം. അതായത് ചില സ്ക്വയേഴ്സിനൊക്കെ ചില ഓപ്പറേഷൻസ് എഴുതിയിട്ടുണ്ട്. മൂവ് ദ കൗണ്ടർ ടു ദ സ്ക്വയർ ഷോയിങ് ദ ആൻസർ. ആ ഓപ്പറേഷന്റെ ഉത്തരം കണ്ടെത്തുന്ന സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ദ ഫസ്റ്റ് ടു റീച്ച് 100 ഈസ് എ വിന്നർ. ആരാണോ ഫസ്റ്റ് 100 എത്തുന്നത് അവരാണ് വിജയി കേട്ടോ. അത് നിങ്ങൾ കളിക്കേണ്ട ഒരു ഗെയിമാണ് കേട്ടോ, ഡൈസ് വെച്ചിട്ട്. ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഡൈസ് ഇട്ടിട്ട് നിങ്ങൾക്ക് 2 എന്നുള്ള നമ്പർ വന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 കണ്ട ഒരു ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് 6 × 4. 6 × 4 നിങ്ങൾ ചെയ്ത് നോക്കുക, എത്ര വരിക, 24 വരുമല്ലോ. നമുക്കപ്പോൾ 24 എന്നുള്ള സ്ക്വയറിലോട്ട് നീങ്ങാം കേട്ടോ. അങ്ങനെ നമ്മുടെ കരു നീക്കി പോവാ കേട്ടോ. ഇതിൽ ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാൻ തന്നെയാണ്. ഇങ്ങനെ കളിക്കുക കേട്ടോ. ഗെയിം അസസ്മെന്റ് ആണ്. ഹൗ മെനി സ്വീറ്റ്സ്? 15 സ്വീറ്റ്സ് ആർ ഈക്വലി ഷെയർഡ് ബൈ 3 ചിൽഡ്രൻ. ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ്? അതായത് 15 സ്വീറ്റ്സ് 3 കുട്ടികൾ ഒരേപോലെ തുല്യമായി വീതിച്ചു. അപ്പൊ ഓരോരുത്തർക്കും എത്രണ്ണം വീതം കിട്ടും എന്നാണ്. നമ്മൾ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലേ. എന്ത് ചെയ്യണം, 15 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. 3ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 കിട്ടുക നോക്കുക. എത്ര വരിക, 5 അല്ലേ വരിക. അപ്പൊ 3 5s are 15. അപ്പൊ ഓരോരുത്തർക്കും എത്ര സ്വീറ്റ്സ് വീതം കിട്ടും, 5 സ്വീറ്റ്സ് വീതം കിട്ടും. ഈച്ച് ഗെറ്റ് 5 സ്വീറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബെഞ്ചസ് ഇൻ ദ ക്ലാസ്. There are 28 kids in Shian's class. 4 kids sit in each bench. How many benches are there? എന്താണ്, ഷിയാന്റെ ക്ലാസ്സിൽ 28 കുട്ടികളുണ്ട് അല്ലേ, 28 കിഡ്സ് ഉണ്ട്. ഓരോ ബെഞ്ചിലും എത്ര പേർക്ക് ഇരിക്കാം, 4 കിഡ്സിന് ഇരിക്കാം. മൊത്തം എത്ര ബെഞ്ചസ് ഉണ്ട് അവിടെ നിന്നാണ് കേട്ടോ. എത്ര വരിക, 28 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം അല്ലേ. 28ൽ എത്ര 4 ഉണ്ട്, 7 4s ആണ് അല്ലേ 28. അപ്പൊ എത്ര ബെഞ്ചസ് ആണുള്ളത്, 7 ബെഞ്ചസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോട്ട്സ് ആൻഡ് കോയിൻസ്. എ 50 rupee നോട്ട് ഈസ് ചേഞ്ച് ടു 5 rupee കോയിൻസ്. ഹൗ മെനി കോയിൻസ് ആർ ദർ? ഒരു 50 rupee നോട്ടിനെ 5 rupee കോയിൻസ് ആക്കി മാറ്റി. അപ്പൊ എത്ര കോയിൻസ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 50 rupeeയിൽ എത്ര 5കൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. 10 5s are അല്ലേ 50. എത്ര കോയിൻസ് ആണുള്ളത്, 10 കോയിൻസ് ആണുള്ളത്. ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 10 rupees എമംഗ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ ദിസ് ബി ഷെയർഡ്? ഓരോരുത്തർക്കും 10 രൂപ വീതം കിട്ടണമെങ്കിൽ മൊത്തം എത്ര പേർക്ക് ഈ 50 rupees ഷെയർ ചെയ്യാം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 50ൽ എത്ര 10s ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. എത്ര 10s ഉള്ളത്, 5 10s are അല്ലേ 50. 5 പേഴ്സൺസിന് 50 rupees ഷെയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോസ് ആൻഡ് കോളംസ്. 81 ചിൽഡ്രൻ സ്റ്റാൻഡ് in rows and columns with the same number standing in each row and column. How many are there in a row? How many are there in a column? 81 children റോ ആയിട്ടും കോളം ആയിട്ടും ഒരേ എണ്ണത്തിൽ നിൽക്കുകയാണെങ്കിൽ അപ്പൊ എത്ര പേര് റോയിൽ ഉണ്ടായിരിക്കും, എത്ര പേര് കോളം ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9 × 9 ആണല്ലേ 81. അപ്പൊ റോ ആയിട്ടും കോളം ആയിട്ടും 9 ചിൽഡ്രൻ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് മാജിക് ബോക്സ് ആണ് കേട്ടോ. എനിത്തിങ് പുട്ട് ഇൻ ടു ദ മാജിക് ബോക്സ് ഡബിൾസ് ആൻഡ് ദെൻ ഇൻക്രീസസ് ബൈ 1 every minute. A sweet put in the box became 31 after 4 minutes. How many were there after 3 minutes? അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, മാജിക് ബോക്സിൽ എന്തിട്ടാലും അത് ഓരോ മിനിറ്റിലും ഡബിൾ ചെയ്യും, ഒപ്പം തന്നെ ഒന്ന് കൂടും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു സ്വീറ്റ് മാജിക് ബോക്സിൽ ഇട്ടു, അത് 4 മിനിറ്റിന് ശേഷം 31 ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 മിനിറ്റിന് ശേഷം എത്ര ചോക്ലേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് കേട്ടോ ചോദ്യം. മാജിക് ബോക്സിൽ എന്തിട്ടാലും ഓരോ മിനിറ്റിലും എന്തുണ്ടാവുന്നുണ്ട്, ഡബിൾ ചെയ്യുന്നുണ്ട്, ഒപ്പം 1 ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ 3rd മിനിറ്റ് കഴിഞ്ഞ് 4th മിനിറ്റ് ആവുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3rd മിനിറ്റിൽ ഉണ്ടായിരുന്ന സ്വീറ്റ്സ് ഡബിൾ ചെയ്യുന്നുണ്ട്, ഒപ്പം ഒന്ന് കൂടും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ 4 മിനിറ്റിന് ശേഷം 31 ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ 31 നിന്ന് ഈ 1 കുറയ്ക്കുക. അതായത് 4th മിനിറ്റിൽ ഒന്ന് കൂടുന്നുണ്ടല്ലോ, ആ 1 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 30 കിട്ടും. 3rd മിനിറ്റിന് ശേഷം എത്രയായിരുന്നു ചോക്ലേറ്റ്സ് എന്ന് കാണാനായിട്ട് ഈ 30യുടെ ഹാഫ് കണ്ടാൽ മതി. 30യുടെ ഹാഫ് എത്രയാണ്, 15 അല്ലേ. അപ്പോൾ 3rd മിനിറ്റിന് ശേഷം ചോക്ലേറ്റ്സിന്റെ എണ്ണം 15 ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.